പക്ഷെ ആ സമയത്ത് എനിക്ക് ചെറിയൊരു വയറിന് ഇഷ്യൂ ഉണ്ട്, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ പരിപാടി രസമായിരുന്നു. ഡൽഹിയില് പോയപ്പോ പാന് കഴിച്ച്, അപ്പൊ മെട്രോ കയറിയപ്പോ തുപ്പാൻ പറ്റില്ല, അത് വിഴുങ്ങി. അതന്നെ അത് കേട്ടില്ലത്. പാല് ഞാൻ പറഞ്ഞ കുറച്ച് പാല് കുടിച്ച് പാൻ കഴിച്ച് മനുഷ്യൻ ഞാനും കേട്ടത് പാല് കുടിച്ചെന്ന്. പാല് കുടിച്ചിട്ട് തുപ്പാൻ പറ്റിയില്ലെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് ഞാൻ ഓർത്തു. എന്നിട്ട് അത് വിഴുങ്ങിയോ ആ പാൻ? ഇല്ല, അത് ചെവി കൂടെ ഊതി വിട്ട്. ഉദാഹരണം പറയട്ടെ, അതായത് ഇപ്പൊ നമ്മളിവിടെ ഇന്റർവ്യൂ എടുക്കാണ്, അവിടെ ഇരുന്ന വല്ല ആരെങ്കിലും ഒരു ഫോണിൽ വെറുതെ ഇങ്ങനെ റീല് കണ്ടോണ്ടിരുന്ന അസ്വയ്ക്കൊക്കെ ദേഷ്യം രഹസ്യമായി സംസാരിച്ചോണ്ടിരുന്നാലും നമുക്ക് പുറത്ത് സംസാരിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. എന്ത് വലിയ ഹോട്ടലുണ്ട്, ഇന്റർവ്യൂ നടക്കുന്നിടത്ത് എന്നെ വന്നിരുന്ന് സംസാരിക്കുകയാണ്. എനിക്ക് നല്ല ഇറിറ്റേഷൻ വരും, പക്ഷെ ഞാൻ പറയാറില്ല. അത് പറയണം. ഇനിയെങ്കിലും ഇത് കണ്ട് മനസ്സിലാക്കണം. അല്ല, ആ ഒരു അവസ്ഥയില ഇപ്പൊ ഞങ്ങളും. Conversations will be happening. Yeah, you understand. That's theater. നമ്മള് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഗസ്റ്റ് വരുന്നത്. I'm connecting with you, da. Mentally. അതൊന്നുമല്ല, നിങ്ങൾ എന്തോ കൂട്ടിയിട്ട് കത്തിച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ മോഹൻലാലിനെ പരിചയപ്പെട്ടിട്ടില്ല. അതാരും വിശ്വസിക്കില്ല. ലാലേട്ടനെ ഞാൻ വിശ്വസിക്കും. വിനയചേട്ടൻ എങ്ങനെയാ, പെറ്റ്സിനോടൊക്കെ എങ്ങനെയാ, താല്പര്യമുണ്ടോ? വീട്ടിൽ പെറ്റില്ലേ? എന്താ ഇഷ്ടമില്ലാത്ത? ഇഷ്ടമില്ലാത്ത കുഞ്ഞിലെ മുതല് ഇപ്പൊ വീട്ടില് ഇപ്പൊ അച്ഛനുണ്ടല്ലോ, കോമഡി സർക്കസിൽ ബെസ്റ്റ് ആക്ടർ അവാർഡൊക്കെ കിട്ടി. ഇനി സിനിമയിൽ ഒരു ബെസ്റ്റ് ആക്ടർ അവാർഡൊക്കെ വേണ്ടേ? അത് കിട്ടും. അന്ന് ഞാൻ ഈ അഭിനയം നടത്തും. എന്നാലും ധ്യാൻ ചേട്ടാ എല്ലാരോടും സ്ക്രിപ്റ്റ് പറഞ്ഞതിന് ശേഷം അരേ വാ എന്നൊരു റെസ്പോൺസ് കിട്ടിയത് ആരുടെ അടുത്തുനിന്നാ? അങ്ങനെ അരേവാന്ന് പറയേണ്ട ഒരു സംഭവം ഒന്നും അല്ല. ആരേലും അത് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു വലിയ ഇതായതുകൊണ്ട് അത് കേട്ടിട്ട് അരെ വാ എന്ന് പറയാനുള്ള ഒരു മാനസിക സൈക്കോ പറയാൻ പറ്റുമോ? സൈക്കോ ആയിരിക്കണം. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റോറി ചെയ്യാൻ പോകുന്ന ആ സുഹൃത്തിനോട് പറഞ്ഞപ്പോ ആളുടെ റെസ്പോൺസ് അവൻ പറഞ്ഞു അരെ വാ. നമ്മൾ ഇൻഡസ്ട്രി വലുതാവുമ്പോ അങ്ങനല്ലേ, നമ്മളും വലുതാവത്തില്ലേ? അപ്പൊ ആരായി ജോമോൻ ചോദ്യം, ആരായി സിജു സണ്ണി, ആരായി അനശ്വര? ചേട്ടാ ഞാൻ മറ്റേ ടെക്നിക്ക് അറിയാൻ വേണ്ടി വിളിച്ചാണേ. ഇന്നലെ ഞാൻ അവിടെ ബേക്കറിന്ന് ഒരു മുട്ട പപ്സ് മേടിച്ചായിരുന്നു. ഇന്നലെ ബേക്കറിന്ന് ഒരു മുട്ട പപ്സ് മേടിച്ചായിരുന്നു. അതിനകത്ത് മുട്ടയില്ല. ഇത് എങ്ങനെയാണ് ഈ മുട്ടയില്ലാതെ മുട്ട പപ്സ് ഉണ്ടാക്കണേന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. കാട മുട്ടയെങ്കിലും വയ്ക്കി ഇതിനകത്ത്. മേടിക്കുന്നത് ഇതിനകത്തുള്ള മുട്ട കഴിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വാങ്ങിക്കുന്നത് കേട്ടോ. നല്ല സ്ഥലത്തുനിന്ന് ഓർഡർ ചെയ്യണം, അല്ലാതെ കണക്കണോ സ്ഥലത്തുനിന്ന് ഓർഡർ ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. ഇത് നിങ്ങൾ അച്ഛന്റെ കമ്പനിയാണെന്നാണ് എനിക്ക് തോന്നണം. അവിടെ നിന്നാണ് ഇത് ഓർഡർ ചെയ്തത്. ഞാൻ കാല് കൊടുക്കുന്നു. ഇപ്പൊ ഇവിടെ പേളി വന്നിട്ട് നിൽക്കുന്ന സമയത്ത് ഇറ്റ്സ് യുവർ ടീം. അവിടെ വന്നിട്ട് പേളി വന്ന് ചൂടാവുകയോ ദേഷ്യപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആ എനർജി ഭയങ്കര വേറെ രീതിയിലാവും, കിടള്ളാവും. പേളി പോയി കഴിഞ്ഞാൽ പറയും ആ തെണ്ടി അവളെ പോയാ അല്ല, അങ്ങനെയൊക്കെ പറയും, പേളിനെ കുറ്റം പറയും. അവള് വരും വലിയ ഓടുന്ന അവളെ അമ്മമ്മയുടെ സാരി കൊടുത്ത് അവളെ സംസാരം എന്താണ് അവളുടെ വിചാരം, അങ്ങനെയൊക്കെ പറയും. അത് മാത്രല്ല അവള് പറയുന്നത് എന്തൊക്കെയാ, അവളെന്താന്ന് അവളെ വിചാരം, വലിയ വലിയ മറ്റവളാന്ന്. ഇതൊരു ചലഞ്ചല്ലേ, ഇതൊരു എത്ര ആൾക്കാർ ഒരുമിച്ച് കൊണ്ടുപോകുന്നില്ലേ പേളി, അതുപോലെ സെൽഫ് ചലഞ്ച്. ഞാൻ സ്നേഹിക്കുന്നു, അവർ തന്നെ തിരിച്ച് സ്നേഹിക്കുന്നു. അതൊന്ന് കാശ് കൊടുക്കാതെ ഇരിക്കുക, അവര് കിട്ടിപ്പോകും.
VFX, he did animation. രണ്ടും ഒന്നാണ്. അതെ. അല്ല കയ്യില് വരുന്നതാണ്. ഒരമ്മ മറ്റ മക്കൾ തന്നെയാണ്. അപ്പൊ അതാണ് ലൈക്ക് യു ഡിഡ് VFX അല്ല he did VFX. മോൻ എന്തൊക്കെയോ ചെയ്തില്ലേ? അൺഫോർഗറ്റബിൾ ഫാൻ മൊമെന്റ്. ഒരു ആരാധകൻ ഒരു ആരാധിക വന്ന് നിന്ന് എന്നെ ദുബായിൽ ഒരു പെണ്ണൊന്ന് കിസ് ചെയ്തിട്ടുണ്ട്. ഒരു ഇസ്രായേൽ ഈജിപ്തുകാരി. അതിന്റെ വീഡിയോ അല്ലല്ല എന്നെ ഇഷ്ടമാണെന്നോ. തമിഴ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ പ്രൊമോഷൻ. പക്ഷെ ഇവിടത്തെ ഇതൊന്നും വിട്ടുകൊടുക്കല്ലോ കേട്ടോ. അവിടെ ഇനി അവരിങ്ങനെ വിളിച്ചോണ്ടേയിരിക്കും. അവിടുത്തെ ഇന്റർവ്യൂസ് ഒന്ന് ഹിറ്റാക്കി കൊടുക്കരുത്. ഞാൻ പെട്ടെന്ന് പിണങ്ങും. പെണങ്ങല്ലേ? അപ്പൊ പാട്. എനിക്ക് ടോൺസിലൈറ്റിസ് നേരെ ഡോക്ടറിന്റെ അടുത്ത് പോകും. അതുകൊണ്ടല്ല, പാടി വല്ല വെള്ളിയൊക്കെ ഇതിനും ട്രോളും. ഓ, നിന്റെ വിചാരം ഇതുവരെ ട്രോളൊന്നും വന്നില്ല. പല വിഭാഗം, പോലീസ്, എക്സൈസ്, അങ്ങനെ എല്ലാവരുമായിട്ടുള്ള നല്ല കണക്ഷൻ ഉള്ളത് കൊണ്ടും മീഡിയാസിനായിട്ടും നല്ല ബന്ധം ഉള്ളത് കൊണ്ടും പറയുന്ന പോലെ ഫേറ്റ് എന്ന് പറഞ്ഞാ ബന്ധം അതാണല്ലോ ഫേറ്റ് എന്ന് പറഞ്ഞാ. ടൊവിനോനെ കുറിച്ച് പറഞ്ഞ മാതിരി ഒരു നാടിനു വേണ്ടി ഉയർത്തെഴുന്നേറ്റപ്പെട്ടാണ് ഞാൻ. അപ്പൊ ഞാൻ അല്ലെങ്കിൽ ആ കളി ഇതാവും, കപ്പ് പോവും. എന്തായാലും കുട്ടി ജനിച്ചു. അപ്പൊ എനിക്ക് ഇവിടെ ഒരു ട്രോഫിയായി, അവിടെ ഞാൻ കളിച്ചോണ്ട് അവിടെയും ഒരു ട്രോഫി. അവിടെ ഒരു ട്രോഫി. ഇനി അടുത്ത ട്രോഫി എപ്പോഴാ? ഇല്ല, ഇനിയിപ്പൊ അടുത്ത് കളി ഇല്ലല്ലോ. അല്ല, ഫുട്ബോളാട്ടോ. ഞാൻ കൃഷ്ണനായിരുന്നു. അതിനകത്തേക്ക് വന്നു കഴിഞ്ഞാലേ ആ കണി കാണിച്ച സീനില്ലേ, സത്യത്തില് നിങ്ങളൊക്കെ മെന്റലി പ്രിപ്പയർഡ് ആയിട്ടായിരുന്നോ ആ സീൻ കാണിക്കാനായിട്ട് പോയത്? മറ്റേ പ്രിപ്പയർഡ് ആണോന്നോ? ശരിക്കും ചേട്ടൻ കണി കാണിച്ചായിരുന്നു. കാണണോ? عندي خوش فصلة يا اخي تفوز والله خوش رقصة